നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ കാണിച്ച ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഈ ഒരു VFX ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടി രണ്ട് സീനുകൾ ഷൂട്ട് ചെയ്തു കേട്ടോ. ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് ക്യാമറ ഷേക്ക് ആവാതെ സ്റ്റേബിളായിട്ട് വെച്ച് ഇങ്ങനെ രണ്ട് സീൻ, ഒന്ന് സൈഡിലോട്ട് പോകുന്നു, ഒന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ അൺറിയൽ എഞ്ചിന് 3D എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഒരു കടൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പലക ഒഴുകി നടക്കുന്നൊരു സീന് ആനിമേഷൻ ചെയ്തെടുത്തു കേട്ടോ. ഇങ്ങനെ രണ്ട് സംഭവമാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സീനും, കടൽ തന്നെ ആണോ അല്ല വേറെ പുഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പായൊക്കെ ഉണ്ടെങ്കിൽ ആകാശത്തോടെ പറന്നു പോകുന്ന സീനൊക്കെ ചെയ്യാൻ പറ്റും. മറ്റേ അലാവുദ്ദീനൊക്കെ പോകുന്ന പോലെ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു ബേസിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഫൂട്ടേജുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വെബ്സൈറ്റ് ഉണ്ടോ, സ്റ്റോക്ക് വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്ന സൈറ്റുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആ ഒരു സീൻ. അപ്പോൾ ഞാൻ ഇവർ മുന്നിലേക്ക് വരുന്ന ഈ ഒരു സീനൊന്ന് ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ട് സീനും ഒരേ മോഡലിൽ തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു ന്യൂ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ടൈം ലൈൻ്റെ അകത്തേക്ക് ഈ ഒരു ഫുട്ടേജ് ബാക്ക്ഗ്രൗണ്ടിനെ ആദ്യം തന്നെ ആഡ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഇത് ഇത്തിരി സ്പീഡിലാണ് ഇങ്ങനെ വരുന്നത്. കണ്ടോ, ഇത്രയും സ്പീഡിൽ വരുന്ന സമയത്ത് നമുക്ക് ട്രാക്കിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓട്ടോ ട്രാക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് 40ലേക്ക് കൊണ്ടുവന്ന് സ്ലോ മോഷൻ ആക്കാൻ പോകണേ. അവിടെ റിപ്പിൾ ടൈം ലൈന് കൊടുക്കുക. അതിന് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ടൈം ലൈൻ മുന്നോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫുട്ടേജിനെ ആഡ് ചെയ്തതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് എവിടെ തൊട്ട് വേണം നോക്കുക. ഏകദേശം ഇത്ര തന്നെ. ഇവരിങ്ങനെ നോക്കിയിട്ട് എന്തോ കണ്ട് ഇങ്ങനെ നോക്കുന്ന പോലത്തെ ആ ഒരു സീന് വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം അലൈൻ ചെയ്തു അല്ലേ. ഇനി എന്ത് ചെയ്യുക, രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മുകളിൽ ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്യൂഷൻ്റെ അകത്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഒരു ബേസിക് അറിയാവുന്ന ആൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പോൾ നമുക്കിതുപോലെ 4 നോഡുകളാണ് കിട്ടുക അല്ലേ. ഒരു നോഡ് മീഡിയ ഇൻ 1, അടുത്തത് മീഡിയ ഇൻ 2, ഒരു മെർജ്, ഒരു ഔട്ട്. ഇതിപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ടാങ്കുകളാണെന്ന് വിചാരിച്ചു. ഇത് ചൂടുവെള്ളമുള്ള ടാങ്ക്, ഇത് തണുത്ത വെള്ളമുള്ള ടാങ്ക്, രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഔട്ട് ഇവിടെ കിട്ടും. ഓക്കെ അല്ലേ? ഇത് ടാപ്പാണ്. ഇത് തുറന്നു കൊടുത്താൽ ഇവിടെ ഔട്ട് കിട്ടും. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മീഡിയ ഇൻ 1ൻ്റെ അകത്ത് കീബോർഡിൽ 1 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേതാ മീഡിയ എന്ന് കാണാൻ പറ്റും. അത് ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലേ. കറക്റ്റാണ്. ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ നോഡിലാണ് കണക്റ്റ് ആവേണ്ടത്. അടുത്തത് ഫോർഗ്രൗണ്ട് ആണ്. നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം അച്ഛൻ്റെ ആ സീനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പച്ചയിൽ തന്നെയാണോ ഒന്ന് കണക്റ്റ് ആയി നോക്കണം. അത് ഫോർഗ്രൗണ്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, F2 അടിക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫോർഗ്രൗണ്ടെന്നോ അച്ഛൻ പേര് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ടിന് എന്ത് ചെയ്യുക, F2 അടിക്കുക. വീണ്ടും റീനെയിം ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഒരു ഓഷ്യൻ ആണ് അല്ലേ. ഓഷ്യൻ എന്നുള്ളൊരു പേര്, അല്ലെ സീനോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഇനി മാറിപ്പോവില്ല അല്ലേ. തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് ഞാൻ താഴേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് വർക്ക് മുഴുവൻ കിടക്കുന്നത് അച്ഛൻ എന്നുള്ള ഈ ഒരു നോഡിൻ്റെ അകത്താണ് അല്ലേ. ബാക്ക്ഗ്രൗണ്ടിന് തൽക്കാലം ഞാൻ അവിടേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്, എന്നാലും ഒരു എളുപ്പത്തിന്. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, അച്ഛൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ സ്ക്രീൻ അങ്ങോട്ട് റിമൂവ് ചെയ്യുക അല്ലേ. അതിലങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അച്ഛനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. അൾട്ര അല്ലെങ്കിൽ ഡെൽറ്റ, രണ്ട് കീകളുണ്ട്. ഡെൽറ്റ ആണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ വേണമെങ്കിൽ ഡെൽറ്റ ആഡ് ചെയ്യുക, അൾട്ര ആണെങ്കിൽ അൾട്ര കീർ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഗ്രീൻ കണ്ടോ, ഈ ഗ്രീനിന് അത് ഇൻസ്പെക്ടറിൻ്റെ അകത്താണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടറിൽ വരിക, ഗ്രീൻ ഇത്തിരി മുന്നോട്ടേക്ക് വലിക്കുക. അപ്പോൾ കണ്ടോ, ആ ഗ്രീനുള്ള ഭാഗങ്ങളൊക്കെ അങ്ങ് മയഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ കുറച്ച് നീലയും ചുവപ്പൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഔട്ട് കിട്ടും കേട്ടോ. ഈ ചുവപ്പിൻ്റെ അകത്തൊന്നും അധികം ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലൊക്കെ ഉള്ള കളറാണ് ചുവപ്പ്. അതുകൊണ്ട് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കണം ചുവപ്പൊക്കെ മുന്നോട്ടേക്ക് നീക്കുമ്പോൾ. അതുപോലെ നീല അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോൾ നീലയൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ നല്ലൊരു ഔട്ട് കിട്ടുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരിക. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ വേണ്ടാത്ത ഈ വേസ്റ്റ് ഭാഗങ്ങൾ, അതുപോലെ ഈ കറുത്ത ഭാഗങ്ങൾ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ കറുപ്പ് കുറച്ചുകൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കീയറിൻ്റെ ഇവിടെ ആയിട്ട് മെയ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ത്രഷോൾഡ് ഇല്ലേ, ഈ ത്രഷോൾഡിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ടായി പോകും. പിന്നെ ഒന്ന് ഷാർപ്പനാക്കണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി, ഒന്നുകൂടെ ഷാർപ്പും ആവും. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഒരു പ്രത്യേക അനുപാതത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ളൊരു ഔട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറയട്ടെ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റ് രണ്ട് സൈഡിൽ നിന്നും ആഡ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നിഴലൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഒരു കിട്ടിയില്ല. രാത്രി ഷൂട്ട് ചെയ്തുകൊണ്ട് ലൈറ്റിൻ്റെ അപാകത ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പാകത്തിന് ചെയ്യാം കേട്ടോ. നമുക്കൊരു മാസ്ക് ആഡ് ചെയ്തിട്ട് ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ ഒന്നും കൊണ്ട് ഒഴിവാക്കുക അല്ലേ. പിന്നെ ഈ കളറൊക്കെ അതിനെന്താ ചെയ്യാമെന്ന് അറിയാം. ആദ്യം തന്നെ മാസ്കിന് നമുക്കൊരു നോഡായിട്ട് കണക്ട് ചെയ്യണം. കാര്യം ഈ അച്ഛൻ്റെ ഈ ഒരു നോഡ് ഇവർ 3 പേര് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നു, ആ സമയത്ത് മാസ്കും അവരെ കൂടെ തന്നെ മൂവ് ചെയ്യണം അല്ലേ. സാധാരണഗതിയിൽ മാസ്കിന് നമ്മൾ കീ ഫ്രെയിം കൊടുക്കണം. അതിന് പകരം ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാസ്ക് ഇവരെ കൂടെ തന്നെ മൂവ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ അല്ലേ. അപ്പോൾ നേരെ ഞാനൊരു
ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ട്രാൻസ്ഫോം നോഡ് വന്നിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് സൈസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. മോഡിഫൈയിൽ വന്നിട്ട് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക, അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ വന്നിട്ട് അതിൻ്റെ ഈ ഒരു കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത ശേഷം മോഡിഫൈ ഓഫ്സെറ്റ് പൊസിഷനും കൊടുക്കുക. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഇതിലേക്ക് എന്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവരെങ്ങോട്ടൊക്കെ മൂവ് ആകുന്നോ അതിനനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റും ആ ഒരു മാസ്കാണ് മാസ്ക് അതൊക്കെ മൂവ് ആവും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു മെർജിൻ്റെ അകത്തേക്ക് ഒരു മാസ്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഈ മെർജിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? പച്ച കണക്ടർ, അതായത് ഫോർഗ്രൗണ്ടിൽ എന്ത് കണക്റ്റ് ആയിരിക്കുന്നു അതിൽ മാത്രമേ ബാധിക്കൂ. ബാക്ക്ഗ്രൗണ്ടിന് ഒരു വിഷയമില്ല. എന്ത് സംഭവിച്ചാലും നോക്കിയോ, മെർജിൻ്റെ അകത്ത് ബ്ലെൻഡൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഫോർഗ്രൗണ്ടിൽ മാത്രമേ അപ്പിയർ ആവൂ. അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ടിന് അത് അപ്ലൈ ആവുകയില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ മെർജിൻ്റെ അകത്ത് ഞാനൊരു പോളിഗൺ എന്ന് പറഞ്ഞൊരു നോഡിനെ ആഡ് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീല കണക്ടറിലാണ് കണക്റ്റ് ആയെന്ന് ഉറപ്പാക്കുക കേട്ടോ. എന്നിട്ട് മാസ്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ സെൻറ്റർ പോയിന്റിൽ കീ ഫ്രെയിമിൽ വരിക, കണക്ട് ടു എന്ന് കൊടുത്തിട്ട് സെൻറ്റർ പോയിന്റ് പൊസിഷനിൽ കണക്ട് ചെയ്യുക. ഇനി എന്താ സൈസിൽ വരിക, അതേപോലെ തന്നെ കണക്റ്റിൽ വരിക, സൈസിൽ വരിക. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആംഗിൾ ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ആംഗിൾ കണക്ട് ചെയ്ത് ഡിസ്റ്റൻസിൻ്റെ അകത്ത് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഇൻവേർട്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ചെയ്യാൻ എളുപ്പമായി അല്ലേ? എന്നിട്ട് നമുക്ക് ഇതിലൂടെയാണോ മാസ്ക് ചെയ്യേണ്ടത്, ഓൾമോസ്റ്റ് ഒരു നല്ല വൃത്തിയുള്ള ഒരു മാസ്ക് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. തൽക്കാലം ഞാൻ ഇതിലൂടെ ഒരു മാസ്ക് കൊടുക്കുകയാണ്. ഈ കറുത്ത ഈ ഏരിയാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോകണമല്ലോ. പിന്നെ ബാക്കി നിങ്ങൾ നോക്കണ്ട, ഇത് ട്യൂട്ടറായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻവേർട്ട് ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഭാഗം മാത്രം കിട്ടും, വേണ്ടാത്ത ഭാഗം പോയില്ലേ. ഇനി വേണമെങ്കിൽ നമ്മുടെ എഡ്ജൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കണമെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ, ഈ ട്രാൻസ്ഫോം നോഡിനെ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവർക്ക് ഈ പലകേൻ്റെ മുകളിൽ കൊണ്ട് ഇരുത്താൻ പോവുകയാണ്. അപ്പോൾ എത്രാമത്തെ ഫ്രെയിമിലാണ് ഈ ഹെഡർ കിടക്കുന്നതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 70-700 കിടക്കുന്നത്. ബാക്കോട്ടേക്ക് കൊണ്ടുവന്നിട്ട് തുടക്കത്തിൽ, അതായത് നമുക്ക് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ 0 ഫ്രെയിമിലായിരിക്കും അല്ലേ, 0 ഫ്രെയിമിൻ്റെ അകത്തേക്ക് കൊണ്ടുവയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇവർക്കൊരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. എന്ത് ചെയ്യുക, ഇവരെ കൊണ്ടുപോയിട്ട് ഈ ഒരു പിവോട്ട് പോയിന്റ് പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം അല്ലേ. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇനി കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. നമുക്കിവിടെ ഒരു ഇൻഡു മാർക്ക് കാണാൻ പറ്റില്ല. ഈ ഇൻഡു മാർക്ക് ഒന്ന് നീക്കി നോക്കിയാൽ അറിയാം. ഒന്നാമത്തത് പൊസിഷനാണ്, രണ്ടാമത്തെ സൈസാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനും സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പിവോട്ടിൽ പിടിച്ചിട്ട് വേണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കാം കേട്ടോ. വേറൊരു പിവോട്ട് ഉണ്ടാവുക നീക്കി കഴിഞ്ഞാൽ മൂവ് തന്നെയാണ്. പിന്നെ ഒരു പിവോട്ട് നേരത്തെ കണ്ട ഇത് തന്നെയാണ് വരുന്നത്, സൈസാണ് വരുന്നത് അല്ലേ. ഒരു പിവോട്ട് സൈസാണ്, ഒരു പിവോട്ട് പൊസിഷനാണ്. ഓക്കെ, അവർ ഞാൻ ഓൾമോസ്റ്റ് ഇതിലേക്ക് സെറ്റാക്കി വെച്ചു. ഇത്തിരി കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ സെറ്റാക്കി വെക്കുക കേട്ടോ. നിങ്ങളെ സീനിന് എങ്ങനെയാണോ ആപ്റ്റായിട്ട് വരുന്നത് ആ മോഡലിൽ സെറ്റാക്കി വെക്കുക. 0 കൺഫേം ആക്കിയ ശേഷം എന്ത് ചെയ്യുക, മോഡിഫയേഴ്സിൽ വരിക. അപ്പോൾ നമ്മൾ മോഡിഫൈ ഇതിനെ ചെയ്തേക്കുന്നത് തന്നെ എന്തിനാണ്, ഈ ഒരു മോഡിഫൈയിൽ സെറ്റിങ്സ് കൊടുക്കാനാണ്. നമുക്ക് ഇവിടെ ഇനി കീ ഫ്രെയിം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. നേരെ മോഡിഫയേഴ്സിൽ വരിക. ഇവിടെ ഓഫ്സെറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഓഫ്സെറ്റിൻ്റെ അകത്ത് ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക, സൈസിലൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക, അതുപോലെ സെൻറ്റർ പോയിന്റിലും ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. അതവിടെ നമ്മൾ സെറ്റാക്കിയില്ലേ. ഇനി മെല്ലെ മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് നോക്കുക. ആ പലക അങ്ങനെ വന്നിട്ട് ഈ പലക ഇങ്ങനെ അളകുന്നതിന് പകരം ഇങ്ങനെ ആയിരുന്നു ഇളകുന്നതെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ റൊട്ടേഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാമായിരുന്നു, നല്ല ഭംഗിയായി വരുന്നില്ലേ. അപ്പോൾ തൽക്കാലം നിവൃത്തിയില്ല, ഞാൻ ചെയ്തത് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവയ്ക്കാം. പലക ഇളകി ഏകദേശം ഇവിടെ എത്തി. അപ്പോഴേക്കും ഇവർ കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ വരണം അല്ലേ. അതിനെന്ത് ചെയ്യുക, ഇവിടെ 2 പാത്ത് അപ്പിയർ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ പാത്ത് നിങ്ങൾ നോക്കണ്ട, ഓഫ്സെറ്റ് തന്നെ വന്നാൽ മതി. ഓഫ്സെറ്റ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റർ പോയിൻറ്റ് കുറച്ച് മുന്നോട്ടേക്കാണല്ലേ വരേണ്ടത്. എക്സ് അല്ല വൈ കുറച്ച് താഴേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ടേക്ക് വന്ന് ആ ഒരു ഫീല് കിട്ടും അല്ലേ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതേ സമയത്ത് തന്നെ കുറച്ചൊരു സൈസ് കൂട്ടണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്താലും മതി. സൈസ് ഇങ്ങനെ മെല്ലെ കൂടിയാൽ മതി. ഒരുമിച്ച് പെട്ടെന്ന് സ്റ്റക്കായിട്ട് കൂടുന്നതിന് പകരം പിന്നെ എന്ത് ചെയ്യുക, ഏകദേശം പലക ഒരു ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ചുകൂടെ പോയിൻറ്റ് മുന്നോട്ടേക്ക് നീക്കി വെക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ കീ ഫ്രെയിം അപ്ലൈ ആയില്ലേ. ഇനി ലാസ്റ്റ് ഫ്രെയിമിലേക്ക്, ഏകദേശം ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് കുറച്ചും കൂടെ അവരെ താഴേക്ക് നീക്കി വെക്കണം അല്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കിട്ടുന്നുണ്ടോയെന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ നേരം കളിക്കില്ല. കാര്യം നമുക്ക് ട്യൂട്ടോറിയലാണ്. നമ്മളെ എഫക്റ്റ് വീഡിയോ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടൈം എടുത്ത് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് നോക്കുന്നതിനനുസരിച്ച് അവരിങ്ങനെ മുന്നോട്ട് കറക്റ്റായിട്ട് വരണം കേട്ടോ. എവിടെയും തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഓഫ്സെറ്റ് മേലോട്ടാക്കണം അല്ലേ. അപ്പോൾ വീണ്ടും ട്രാൻസ്ഫോമിൽ വരിക, മോഡിഫയേഴ്സിൽ സെൻറ്റർ പോയിൻറ്റിൽ വരിക, ഇത്തിരി മേലോട്ടേക്ക് എടുത്ത് വെക്കുക.
എന്നിട്ട് അങ്ങനെ എവിടെയാണോ അവർ മിസ്സാവുന്നത് ഇവിടെ വെള്ളത്തിലേക്ക് ചാഞ്ഞിട്ട് ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്തൊക്കെ പലക പൊങ്ങുന്ന സമയത്ത് അതിനനുസരിച്ച് അവരെ കുറച്ച് മേലോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ സെൻറ്റർ പോയിൻ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് അവിടെ കീ ഫ്രെയിം അപ്ലൈ ആവുള്ളൂ. അല്ലാതെ ഇവിടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കീ ഫ്രെയിം അപ്ലൈ ആവില്ല. ഇവിടെയാണ് മാറുന്നത്, കണ്ടോ നോക്കിക്കോ, കണ്ടോ. അതിന് വരെ നമ്മുടെ ആ പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാതെ പോരാ. ഓക്കെ, ഇനി ഇങ്ങനെ ഓരോ പലക വന്നു, പലക അല്ല ഇതിന് വളരെ പ്ലെയിനായിട്ട് പോകുന്നൊരു ബോട്ടോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത്രയും വിഷയമല്ല, പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ. ഞാനിത് ഒരുപാട് ടൈം എടുത്താണ് നേരത്തെ ചെയ്ത്. അതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളെ വർക്കും ഇതുപോലെ ടൈം എടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് ഇതിൻ്റെ മെത്തേഡ്, മനസ്സിലായല്ലോ. ഇതിൻ്റെ അകത്ത് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് പുതിയതായിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ തുടക്കത്തിലുള്ള ആ സൈസിൽ നിന്ന് ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കും ഇത്തിരി സൈസ് കൂടണം അല്ലേ, ഇല്ലെങ്കിൽ എന്താവും, പലക വലുതാവും, ആൾ വലുതാവില്ല, കണ്ടോ. അപ്പോൾ ആ ഒരു റേഷ്യോ ഏകദേശം മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, 0 കൊണ്ട് വെച്ച ശേഷം നമ്മൾ ഇവിടെ സൈസിന് കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് കൺഫേം ആക്കുക. എന്നിട്ട് ലാസ്റ്റ് ഫ്രെയിമിൽ എത്രയാണോ അവിടെ കൊണ്ട് വെച്ച ശേഷം കുറച്ചൊരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് പൊസിഷനും പറഞ്ഞ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണേ. പൊസിഷന് ശരിക്കും സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക, കണ്ടോ. അല്ലെങ്കിൽ ഇത് അവിടെയൊക്കെ കണ്ടോ മാറിപ്പോകുന്നത്, ഇവിടെയൊക്കെ സെൻറ്റർ പോയിൻറ്റ് മാറിപ്പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഒരു പൊങ്ങിപ്പോകുന്ന സീനൊന്നും വരരുത്. എവിടെയാണ് കീ ഫ്രെയിമുള്ള കീ ഫ്രെയിമിനൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ് അല്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള എന്താണെന്ന് പറയാം. അപ്പോൾ അവരെ നമ്മൾ പൊസിഷനും കാര്യങ്ങളും റെഡിയാക്കിയില്ല. ഇനി ഈ കളർ ഗ്രേഡ് ഒന്ന് ചെയ്തിട്ട് രണ്ടും ഏകദേശം ഒരേ കളറിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതിനെന്താ ചെയ്യാന്ന് പറയാം, ട്രാൻസ്ഫോമിന് ശേഷം ഒരു കളർ കറക്ഷൻ നോഡ് ഇവിടെ ഉണ്ടാവും, അതൊന്ന് ആഡ് ചെയ്യുക. കളർ കറക്റ്റർ എന്ന് പറഞ്ഞൊരു നോഡുണ്ട്, അതിനെ ആഡ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് വേണ്ടൊരു കളറിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. എനിക്ക് ഈ ഒരു കളറിലേക്ക് വരെ കിട്ടണം. ഓക്കെ അല്ലേ, ഞാൻ ആ ഒരു കളറിലേക്ക് കൊണ്ടുവച്ചേ. എന്നിട്ട് ഈ ലൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഗാമ അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാസ്കിനെ ഇവിടെ കാണാൻ പറ്റും, കണ്ടോ. സെറ്റല്ലേ, വേണമെങ്കിൽ സാച്ചുറേഷനും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്തിരി ഗെയിന് താഴേക്ക് വലിച്ചു, ഗാമ ഇത്തിരി താഴേക്ക് വലിച്ചു, ഗെയിൻ ഇത്തിരി പുറത്തേക്ക് വെച്ചു കേട്ടോ. ഒരു ലൈറ്റ് മുഖത്തടിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കി. പകൽ സമയമാണല്ലോ, അല്ലെങ്കിൽ രാത്രിയാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ കളർ ആപ്റ്റായിട്ട് വരുന്നത് അത് മോഡൽ ചെയ്യുക. എന്നിട്ട് ഈ മെർജിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഒരു കളർ കറക്ഷൻ നോഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താവും, ബാക്ക്ഗ്രൗണ്ടിനെ അത് ബാധിക്കും, ഫോർഗ്രൗണ്ടിനെയും ബാധിക്കും, മൊത്തത്തിൽ ഒരേ കളറിലേക്ക് വരും. എന്നിട്ട് ഓക്കെ, കളർ കറക്ഷൻ നോഡിനെ ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഏകദേശം നമുക്ക് ഏതൊരു കളറിലേക്കാണോ വേണ്ടത് ആ ഒരു കളറിലേക്ക്, ഈ ഒരു കളറിലേക്കാണ്, ഈ ഒരു കളറിലേക്ക്. ഇതാണ് സാധാരണ ഫിലിംസിലൊക്കെ വരുന്ന ടീൽ എന്ന് പറഞ്ഞ ഏകദേശം ഒരു ടീലിൽ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നൊരു കളറിലേക്ക് വരും. ഓക്കെ, ആ ഒരു കളറിൽ വന്നു. ടീൽ ഗ്രീൻ ഓറഞ്ച്, ഓൾമോസ്റ്റ് ഒരു ഓറഞ്ച് കളറിലേക്ക് വരികയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കളറിങ് കിട്ടും. പക്ഷേ അതിൽ വർക്ക് ചെയ്ത പോലെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് കളർ റെഡി ചെയ്യുക. അപ്പോൾ സെറ്റ് അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നേരെ ടൈം ലൈൻ്റെ അകത്ത് വരിക. എന്നിട്ട് കളർ ഗ്രേഡിങ് സെക്ഷനിലേക്ക് പോലെ നമുക്ക് കളർ ഗ്രേഡിങ്ങും നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന കാര്യമാണ്. ഇത്തിരി ഞാൻ കറുപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു കർവിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. കർവിൻ്റെ അകത്ത് വന്നിട്ട് 2 പോയിൻ്റ് ആഡ് ചെയ്യാണ്. ഒരു ഹൈലൈറ്റ് പോയിൻറ്റും ഒരു ഷാഡോ പോയിൻറ്റും. ഷാഡോ പോയിൻറ്റ് ഞാൻ ഇത്തിരി താഴേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്കും. ഹൈലൈറ്റ് പോയിൻറ്റിനെ വേണമെങ്കിൽ അതും ഒരു പ്രത്യേക രീതിയിലൊരു കർവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത്തിരി ഒരു ബ്ലാക്ക് സ്റ്റൈൽ കിട്ടാനാണ്. അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായൊക്കെ ഒന്ന് മങ്ങിപ്പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഫിലിംസൊക്കെ കണ്ടില്ല, ഇംഗ്ലീഷ് ഫിലിംസൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യും. കാര്യം എന്താ വെച്ചാൽ അതിൽ വരുന്ന എന്തെങ്കിലും ഫൗളുകൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ കറുപ്പ് കളർ. പിന്നെ മാത്രമല്ല ഒരു പ്രത്യേക സ്റ്റൈലുമാണ് അല്ലേ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സാച്ചുറേഷൻ വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ടൈം ലൈൻ്റെ അകത്ത് വരിക. ടൈം ലൈൻ്റെ അകത്ത് ഇതിന് ചെറിയൊരു മൂവ്മെൻറ്റ് കൂടെ കൊടുക്കണം അല്ലേ. ഈ കടലിങ്ങനെ നിൽക്കുന്നതിന് ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുക. ഡൈനാമിക് സൂം നമ്മൾ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കൊടുക്കുക. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഒരു സൂമിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കിയോ, പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ അങ്ങ് സൂമായിട്ട് അതിനനുസരിച്ചായിരിക്കും സൂം വരിക. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ കിട്ടും കേട്ടോ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ ആ സീന് അത്രയും അവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്നിട്ട് അവിടെ ആ ജമ്പ് വന്നു പോയില്ലേ, അത് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ ജമ്പൊന്നും വരാത്ത രീതിയിൽ വേണം പൊസിഷൻ കൊടുക്കാൻ. അപ്പം അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി നോക്കണ്ട. ഇതൊക്കെ ടൈം എടുത്ത് ചെയ്യാനുള്ളല്ലേ, നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ പറ്റുന്നതാണ്, കാര്യമാക്കണ്ട, ക്ഷമിച്ചാലും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഏറ്റവും മുകളിലായിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എഫക്ട്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് തന്നെ മുകളിലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കിട്ടും. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യാം. കറക്റ്റായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഇൻസ്പെക്ടറിൽ വരിക, ക്രോപ്പിൽ വരിക. ഇവിടെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ
ടോപ്പ് വേർഷൻ എന്ത് ചെയ്യുക, ഒരു 100 ടൈപ്പ് ചെയ്യുക, താഴെ അതുപോലെ തന്നെ ഒരു 100 ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ക്രോപ്പും കിട്ടിയില്ലേ. ഇനി ഒന്ന് പ്ലേ നോക്കിയേ. കുറച്ചും കൂടെ കളർ ഗ്രേഡൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലാക്കിയിട്ട് ചെയ്യുക, ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് എന്താ പറയുക, പ്രോസസ്സ്. നല്ല HD ക്വാളിറ്റിയിൽ ഔട്ടും എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.